നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ബ്രിട്ടനിലെ ലഹളയ്ക്കിടയിൽ ഭരണ പാർട്ടിയായ ലേബറിന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു. സൗത്ത് പാർക്കിലെ 3 കുട്ടികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ വ്യാപകമായി നടന്ന ലഹള ലേബർ പാർട്ടിയുടെ ജനപ്രീതിയെ പ്രതികൂലമായി ബാധിച്ചെന്ന് സർവേകൾ. ലഹളയ്ക്ക് പിന്തുണ നൽകിയ റീഫോം UK പാർട്ടി മുന്നേറ്റം നടത്തി. അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നു. പ്രചരണത്തിന് ഒരുമിച്ചിറങ്ങി ജോ ബൈഡനും കമലാ ഹാരിസും. ട്രംപിനേക്കാൾ വിജയസാധ്യത കമലയ്ക്കുണ്ടെന്നുള്ള പോളിംഗ് ഫലങ്ങൾ പുറത്ത്. കമലാ ഹാരിസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് ഡൊണാൾഡ് ട്രംപ്. യുക്രൈന് ആയുധം ഉപയോഗിക്കാൻ ബ്രിട്ടന്റെ അനുമതി. റഷ്യക്കെതിരെ പ്രതിരോധത്തിനായി തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം. വ്യോമാക്രമണം കടുപ്പിച്ച സെലൻസ്കി. കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാൻ ഇസ്രയേൽ. നഹാൽ ഹെലറ്റ്സ് എന്ന കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നത് ബെത്ലഹേമിന് സമീപം ജെറുസലേമിൽ. പ്രഖ്യാപനം നടത്തിയത് രാജ്യത്തിന്റെ ഭരണസമിതിയായ ഇസ്രയേലി സിവിൽ അഡ്മിനിസ്ട്രേഷൻ. ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ചു. വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:17. കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബം സർക്കാരിന്റെ നഷ്ടപരിഹാരം നിരസിച്ചു. പണം വേണ്ട, വേണ്ടത് നീതിയാണെന്നും CBI അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും പിതാവ് പറഞ്ഞു. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജനപ്രിയ ചിത്രമായി ആടുജീവിതം തിരഞ്ഞെടുത്തു. മികച്ച സംവിധായകൻ ബ്ലെസി, മികച്ച നടി ഉർവശിയും ബീന R ചന്ദ്രനും. മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജിന്. മികച്ച ചിത്രമായി ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദ കോർ തിരഞ്ഞെടുക്കപ്പെട്ടു. വയനാട് മുണ്ടക്കൈ ദുരന്തം. തിരച്ചിലിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, നിലമ്പൂരിലെ ചാലിയാറിന്റെ തീരങ്ങളിലും ഇന്ന് തിരച്ചിൽ നടത്തി. പ്രദേശവാസികൾ ആവശ്യപ്പെട്ടാൽ വീണ്ടും തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി K രാജൻ. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വിട നൽകി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താൻ സർക്കാർ തീരുമാനം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റന്നാൾ പുറത്തുവിടും. സ്വകാര്യത പുറത്തു പോവാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ ഉണ്ടെന്ന് കോടതി. യൂറോപ്പിലെ 5 പ്രധാന ആഭ്യന്തര ഫുട്ബോൾ ലീഗുകളുടെ പുതിയ സീസണ് ഈ ആഴ്ച തുടക്കം. ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനും ഫ്രാൻസിലെ ലീഗ് 1 ചാമ്പ്യൻഷിപ്പിനും ഇന്ന് തുടക്കമാകും. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.